ഇതുവരെയും അങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. അമ്മയുടെ ശരിക്കും കടലാക്രമണം പോലെയുണ്ട്. സംഭവം ഇന്ന് ലുലു ഷോപ്പിംഗ് അല്ല കാണാൻ പോണേ, ഇന്ന് സെൻട്രൽ സ്ക്വയർ ഷോപ്പിംഗ് ആണ് കാണാൻ പോണേ. അതെ. ഓ അല്ല, സൂപ്പറാണല്ലോ. 1,87,652 രൂപയുടെ ആണോ ഫെസ്റ്റ്, ലുലു ചോക്ലേറ്റ് ഫെസ്റ്റ് ബില്ലാണ് കേട്ടോ. അതാണ് ആദ്യം കാണേണ്ടത്. നമുക്കത് ആസ്വദിക്കാനുള്ള ഒരു അപൂർവ അവസരമാണ്. ആ ചോക്ലേറ്റ് നമ്മൾ ഇന്നേ വരെ കാണാത്ത ഒരു ചോക്ലേറ്റാ. കൂടുതലുള്ളവരാ, എനിക്ക് ബുദ്ധി കുറവാ ഇവിടെ ഉള്ളത്. അത് ചുമ്മാ വൈറ്റ് കളർ വേണം. അപ്പ നല്ല മഴയുള്ള ഒരു ദിവസം അല്ല കേട്ടോ, ഇന്ന് മഴയൊന്ന് തോർന്നു. അപ്പ അറിയണത് കണ്ടോ, അമ്മ അറിയണത് കണ്ടോ. അപ്പ കുനുകുനോന്ന ഞാൻ അപ്പനെ അനുകരിച്ച് ചെയ്യാൻ നോക്കും, പക്ഷെ ശരിയാവില്ല. അപ്പ നല്ല ശാസ്ത്രീയമായിട്ടൊക്കെ എരിയുള്ളൂ. കപ്പങ്ങ കയറ്റി വെക്കണതോ, കപ്പങ്ങാപ്പഴം അതൊക്കെ അടിപൊളിയാ. ഇത് കണ്ടോ, വെട്ടിക്കണ്ടിച്ചു. അതെ. മഴ എങ്ങനെയുണ്ട്? ഒരാഴ്ച മഴ കൊണ്ട് ചൂടേ 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 എന്ന് പറഞ്ഞ് ചൂടിന് വെറുത്തോണ്ടിരുന്നവരാ. അതെ. ഞാൻ ഉൾപ്പെടെ ഞാൻ പറഞ്ഞ എന്റെ കാര്യമായിട്ടോ പറയണേ. മഴയെ മഴയെന്ന് പറഞ്ഞ് മുറ്റത്ത് പോലും ഇറങ്ങാൻ മേലാത്ത സിറ്റുവേഷൻ ആയി. മടുത്തോ? മടുത്തു. ഇങ്ങനെ വേണ്ട അല്ലേ, ഇങ്ങനെ വേണ്ട. തുണി ഉണങ്ങാൻ പാട്, മുറ്റത്തേക്ക് ഇറങ്ങിയ ചളുക്കോ കൊടുക്കോന്ന് മിറ്റം. ഞാന് മഴയെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ടിരുന്നേ. മഴയുമായിട്ട് സംസാരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എന്താണ് മഴയോട് സംസാരിക്കുക. അപ്പൊ അതിൽ ഒത്തിരി രസകരമായിട്ടുള്ള കമന്റ്സ് ഉണ്ടായിരുന്നു. അതിലെനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് വന്നൊരു കമന്റ് എന്താണെന്നറിയോ, ഒരു ചാൻസ് തന്നു എന്ന് കരുതി ഇങ്ങനെ അങ്ങ് പെയ്യാവോന്ന്. എനിക്ക് രസം തോന്നിയതാണെന്നറിയോ, റെയിൻ റെയിൻ ഗോ അവേ അഗൈൻ another day. എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമന്റ്സ് ആയിരുന്നു കേട്ടോ. അതെ അതെ അതെ, രസമായിരുന്നു അത്. ഇടയ്ക്ക് മഴയൊക്കെ അല്ലേ, ഒരു ഫൺ ഇരിക്കട്ടെ എന്ന് കരുതി. ഓറടിച്ചിരിക്കല്ലേ. അപ്പക്ക് തേൻ കൂട്ടി കഴിക്കണാണോ ഇഷ്ടം? അപ്പക്ക് എന്താ മഴയെ പറ്റി പറയാനുള്ളേ? മഴ മടുത്തോ? ഇനിയുള്ള മഴ ശരിക്കും വെള്ളം പൊങ്ങുന്ന മഴയാണ്. കാരണം ഓൾറെഡി തന്നെ കുറവിരുന്നു. വെള്ളത്തിന് നമുക്ക് പാൽക്കട വെള്ളം പൊങ്ങുമ്പോ നമുക്ക് പ്രശ്നമില്ലാന്ന് കരുതി ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരും വീടുകളിലും പറമ്പുകളിലും ഒക്കെ വെള്ളം കയറി ബുദ്ധിമുട്ടുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് കാര്യം മഴ പെയ്തു കഴിഞ്ഞാൽ പറമ്പിലൊക്കെ ചളക്കോ വിളക്കോ എന്നൊക്കെ ആവുമെങ്കിലും വെള്ളം കയറൽ ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇവിടെ വീട് വെച്ചപ്പിന് വെള്ളം കയറൽ ഉണ്ടായിട്ടില്ല. പാടമൊക്കെ സമീപത്തുണ്ട്, അതങ്ങ് ഒഴുകിപ്പോകും തോട്ടിലൂടെ. ഇതുവരെയും അങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. എന്ത് ബുദ്ധിമുട്ടാ. അത് അടുത്ത് സമീപത്തല്ലേ. പക്ഷെ വെള്ളം കയറുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. അതിൽ നമ്മൾ ഭാഗ്യം ചെയ്തവരാണെന്ന് ഇപ്പൊ തോന്നുന്നു. വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വെള്ളം കയറുക എന്നുള്ളത് വീട്ടിന്റെ ഉള്ളിലൊക്കെ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള. പ്രൊഫസർ ലീലാവതിയുടെ വീട് കണ്ടാ മതി. ഓ എന്നാ 2 അടി വെള്ളം അകത്ത് ആണോ ഡ്രോയിങ് റൂമില്. ഓ, മഹാരാജാസിന്റെ പ്രൊഫസറായിരുന്നു. ജീവിച്ചിരിക്കുന്ന 10-95 വയസ്സെങ്കിലും ഉണ്ടോ. ഓ, ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അമ്മ എങ്ങനെയാ കഴിക്കാൻ പോണേ? ഏഹേ, കോളേജ് കാലത്ത് ഹോസ്റ്റലിൽ കിട്ടിക്കൊണ്ടിരുന്ന ബ്രേക്ക്ഫാസ്റ്റാ ഉപ്പുമാവുള്ള ദിവസം ഉപ്പുമാവും കടലക്കറി. അമ്മ ഇപ്പൊ കംപ്ലീറ്റ് നൊസ്റ്റാൾജിയ അയവിറക്കുവാണല്ലോ. കാരണം എന്റെ കൂടെ ഹോസ്റ്റലിൽ താമസിച്ചവർക്കൊക്കെ അറിയാം. കൂത്താട്ടുകുളത്തുള്ള ഒരു ഫ്രണ്ട് നാളെ വിളിച്ചില്ല, അവർക്കൊക്കെ അറിയാം. അത് കേട്ട് കഴിയുമ്പോ പുള്ളിക്കാരി സ്ഥിരമായിട്ട് കേൾക്കേണ്ടത് ഇതാണോ കടലക്കറി? ആ, കടല റോസ്റ്റ്, കടല മസാല. ഹോസ്റ്റലിൽ ഇങ്ങനെയല്ല, കടല വെള്ളം ഇട്ട് കിടക്കും, കുറെ ഓച്ചറ വെള്ളം, പിന്നെ കടല കഷ്ണം. നമ്മളുണ്ടാക്കുമ്പോ പുളിമൂട്ടിലെ അമ്മാമ്മയുടെ റെസിപ്പി അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കഴിച്ചോ. കാപ്പി എടുത്തോണ്ട് വരാം, ഞാൻ ഇരിക്കാം. അതെ, അപ്പയ്ക്ക് കുറെ സാധനം ഇതിനകത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ലുലു ചോക്ലേറ്റ് ഫെസ്റ്റിലെ ചോക്ലേറ്റ്സ്. ഇത് ഓരോന്നും ടേസ്റ്റ് ചെയ്ത് കാണിക്കണേ. ഓരോന്നിൻ്റെ രുചിയും എന്താണെന്ന് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേൾക്കാനായിട്ട്. അപ്പയുടെ വിവരണം വളരെ താല്പര്യമാണെന്ന് എല്ലാവരും പറയണേ. ഞാനും ഇത് കഴിക്കട്ടെ. ഫ്രിഡ്ജിട്ട് വെക്കുക കേട്ടോ. നാളെ ആട്ടോ എക്സ്പയർ ചെയ്യണ്ട. അപ്പം എടുത്തോളൂ. ഇതേ ഞാൻ രത്നഗിരി അൽഫോൺസ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആ, പഴുപ്പെടുക്കാനാ.
ഇപ്പൊ തന്നെ പഴുത്തായിരിക്കണേ. കാപ്പി കുടിക്കുക. ദേ അപ്പൊ അതിന്ന് അമ്മയുടെ എടുക്കട്ടോ. അമ്മയുടെ ശരിക്കും കടലാക്രമണം പോലെ ഉണ്ട്. ഞാനൊരു കടലല്ലേ, ഇനിയും ഒഴുകി എത്താനുണ്ട്. കഴിച്ചോ. ഹെൽത്ത് എങ്ങനെയാന്ന് അറിയില്ല, ഒഴുകണോന്ന് ആഗ്രഹമുണ്ട്. ഒഴുകിക്കൊണ്ടിരിക്കുവല്ലേ, ഒഴുകണം വരെ ഒഴുകട്ടെ. അതെ, ജെസി ആന്റിയുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പ് ടോപ്പിൽ നടക്കണ കാലം അല്ലേ? പിന്നല്ല. ജെസി ആന്റി എപ്പോഴും പറയും. അമ്മ എന്നെ പഴം ചേർക്കാത്ത? എനിക്കിതാ ഇഷ്ടം. ഞാൻ പറഞ്ഞില്ലേ ഹോസ്റ്റലിലെ നൊസ്റ്റ് ഓർമ്മ. വെള്ളം വിട്ട കടലയും റവ ഉപ്പുമാവുമായിരുന്നു. ഇത് വെള്ളം വിട്ടതൊന്നും അല്ല കേട്ടോ. ഇത് റോസ്റ്റ്, കടല റോസ്റ്റ് കണ്ടില്ല, അമ്മാമ്മയുടെ റോസ്റ്റ്. അപ്പോഴേക്ക് വേണമെങ്കിൽ എടുത്തോളാം പറ. നല്ല രുചിയോ, വെച്ച് എനിക്കൊരു ഇഷ്ടം. സംഭവം ഇന്ന് ലുലു ഷോപ്പിംഗ് അല്ല കാണാൻ പോണേ. ലുലു ഷോപ്പിംഗ് ഉണ്ട്, ഇന്ന് സെൻട്രൽ സ്ക്വയർ ഷോപ്പിംഗ് ആണ് കാണാൻ പോണേ. ലുലു ഷോപ്പിംഗ് അപ്പയുടെ സാധനമാണ്, അത് അപ്പ കാണിച്ചു. അതെ, ഇത് എന്റെ സാധനമല്ല, കോമൺ ആയിട്ടുള്ള സാധനമാണ്. സെൻട്രൽ സ്ക്വയറിൽ മാംഗോ ഫെസ്റ്റ് നടക്കുന്നുണ്ട്, 3rd ഫ്ലോറില്. അത് ഓൾമോസ്റ്റ് തീരൂട്ടോ, ഈ സൺഡേ തീരൂന്ന് അവര് പറഞ്ഞേ. അപ്പൊ അതായത് ഈ വരുന്ന സൺഡേ 2-ാം തീയതി തീരൂന്നാ പറഞ്ഞ. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് രത്നഗിരി അൽഫോൻസോ മേടിച്ചു. എന്തിനാ ശേഖരിക്കാൻ, എന്നിട്ട് മാംഗോ ഷേക്ക് അടിക്കാം. മാംഗോ ഇല്ലാത്ത സമയത്തൊക്കെ ഇവർക്ക് വലിയ ഇഷ്ടം. ഇവിടെ അൽഫോൻസോ മാവും ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട് ഓൾറെഡി. കാലപ്പഴക്കം കൊണ്ട് ഒടുങ്ങി വീണോണ്ടിരിക്കുവാണ്. ഇപ്പൊ 2-3 കൊല്ലമായിട്ട് മാങ്ങ ഉണ്ടാകാറില്ല കേട്ടോ. അൽഫോൻസോയുടെ തൈ വെച്ചിട്ടുണ്ട്, ചെറിയ തൈ, ബഡ് തൈ അല്ലേ ഇത്, വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഞാനൊന്ന് കാണിക്കാം. പിന്നെ ഞങ്ങളിപ്പോ എറണാകുളം പോയി വന്നതാണ്. അപ്പൊ അത് കാരണം മുടിയെ കലങ്കോലപ്പെട്ടാട്ടോ ഇരിക്കണത്. കുഴപ്പമില്ല, രാത്രിയായില്ലേ. ഓ അല്ല, സൂപ്പറാണല്ലോ, മണം വന്നില്ലേ. സെൻട്രൽ മാളിൽ ഞാൻ ബിഗ് ബസാർ ഉള്ള സമയത്ത് സ്ഥിരം പോയി ഷോപ്പിംഗ് നടത്തുന്ന ഒരു കേന്ദ്രമായിരുന്നു, എന്റെ കേന്ദ്രബിന്ദുവായിരുന്നു അവിടെ. ഇപ്പൊ പിന്നെ സ്മാർട്ട് ബസാർ ആയി. പിന്നെ ഞാൻ 1-2 പ്രാവശ്യമൊക്കെ പോയി, 1-2 4 പ്രാവശ്യം പോയി. ഇവള് പിന്നെ ഇടയ്ക്ക് കയറും കേട്ടോ. നാട്ടിൽ ജോലി കഴിഞ്ഞൊക്കെ അതിലേക്ക് കയറി പല സാധനം മേടിക്കാറുണ്ട്. ഇങ്ങനെ കാണിച്ചുതരാം. നല്ല മണം വന്നുണ്ടല്ലോ. മണമുണ്ട്, എടുത്ത് വെക്കാം. നമുക്ക് വേറെ മാറ്റി വെക്കണം. ഒരു മാങ്ങ എടുത്ത് മണത്ത് നോക്കിയേ. നമ്മുടെ അൽഫോൻസ് ഓർക്കണില്ലേ? സെയിമാ ഇത്. സെയിമാ. അപ്പൊ ഇപ്പൊ കാണുമ്പോ പറയൂ അത് സൂപ്പറാ, പഴുപ്പിതായി. അതെ അതെ, അത് ഞാനിവിടെ മേടിച്ച് ഓൾറെഡി പഴുത്തായിരുന്നല്ലോ. അതാ പഴുത്ത മാങ്ങയാണ് കിട്ടിയതെല്ലാം തന്നെ. അത് ചിത്തിയാവൂല, ചുരുങ്ങുള്ളൂ ഇങ്ങനെ. അത് ഉണങ്ങി ഇതിന്റെ ബില്ലായിരിക്കും അല്ലേ. 1 കിലോ 289 രൂപ. അപ്പൊ ഞാൻ 2 കിലോയാ മേടിച്ചേ. അൽഫോൻസ് എഴുതിയിട്ടുണ്ട് ഇതില്. അൽഫോൻസോ അപ്പയുടെ ഫേമസ്, ഫേവറേറ്റ്. ഇത് ഈ സെയിം ആയിരുന്നു ഇവിടത്തെ. ഇതുപോലെ മുഴുപ്പും ഉണ്ടാകാറുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മാവ് നിങ്ങളൊരു പറമ്പ് ടൂറിൽ കാണിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറ് വശത്ത് നിൽക്കണേ. അത് ഇനി ഒരു ഒറ്റയ്ക്കൊരു വലിയ കൊമ്പ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണങ്ങി വീടും നഷ്ടപ്പെട്ടു. അതും കൂടെ കഴിഞ്ഞാൽ അതിപ്പോ മാങ്ങ ഉണ്ടാവണമില്ല, എത്രയും വർഷമായില്ലേ. ബഡ് മാവ് അതായിരിക്കും ചിലപ്പോ. ഒരുപാട് കനിഞ്ഞു തന്നു മാങ്ങ കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നിക്ക്, നമുക്ക് ലുലുന്ന് മേടിച്ചിട്ടുള്ള സാധനങ്ങൾ ടേസ്റ്റ് ചെയ്യാം. അപ്പ എത്തി, അമ്മയും ടേസ്റ്റ് ചെയ്യണം. ചെറിയ പീസ്, കുഞ്ഞു പീസ്. ഞാൻ എന്റെ വേറെ കുറച്ച് ഡ്യൂട്ടി ഉണ്ട്, ഇത് കാണിക്കുമ്പോഴത്തേക്ക് ഞാൻ വന്നോളാം. ഓടി പറഞ്ഞിരിക്കാൻ പറഞ്ഞാൽ പറ്റൂല. എനിക്ക് എന്റേതായ ചില രീതികളുണ്ട്. എടുത്ത് മാറ്റിട്ടോ. അപ്പയുടെ ഫേവറേറ്റ് ഇത് രത്നഗിരി അൽഫോൻസ് എന്നാ പറഞ്ഞേ. മണത്ത് നോക്കിയേ. ഇതാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. നല്ല വാസനയാണ്. 800 ആ, പക്ഷെ ഇവിടെ ഞാൻ മേടിച്ചത് 289. പല സ്ഥലത്ത് ഞാൻ 800 കണ്ടിരുന്നു. അറിയാൻ പാടില്ല എങ്ങനെയാന്ന്. രത്നഗിരിന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് അതിന്റെ ഐഡിയൽ ഷേപ്പ്. അതെ അതെ അതെ, ഇതാണ് അതിന്റെ സൈസും ഷേപ്പും. നീണ്ട ബില്ലാണ്. അപ്പൊ ആദ്യം നോക്കണേ. 1,87,652 രൂപയുടെ ആണോ? അത്രയൊന്നുമില്ല. അതെ, അപ്പയാന്ന് എടുത്തേ ചോക്ലേറ്റുകള്. ചോക്ലേറ്റ് ഫെസ്റ്റ്, ലുലു ചോക്ലേറ്റ് ഫെസ്റ്റ് ബില്ലാണ് കേട്ടോ. അതെ, ചോക്ലേറ്റ് ഫെസ്റ്റിന്റെ മാത്രല്ല കേട്ടോ, വേറെ 1-2 സാധനം കൂടി ഉണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ബില്ല. ഇതൊരു വിചിത്രമായ പാക്കിംഗ് ആണ്. അത് സ്വിസ് മെയ്ഡ് ചോക്ലേറ്റ് ആണ്. ലിൻഡിറ്റ് ആണ്.
DT ആണ്. ലിൻഡോർ എന്നാണല്ലോ ഇവിടെ. ലിൻഡിട്ട് ഭയങ്കര സ്വിസ് മിൽക്ക് ചോക്ലേറ്റ് വിത്ത് എ സ്മൂത്ത് മെൽറ്റിംഗ് ഫില്ലിംഗ്. ഓ ഇത് മറ്റേ ഇതായിട്ടുള്ളതാണ്. സ്വിസ് മിൽക്ക് ചോക്ലേറ്റാ ഇത് ഈ ലുലുവിലെ ചോക്ലേറ്റ് ഫെസ്റ്റിന്ന് വാങ്ങിയതാണ്. അതെ. സൗകര്യമുള്ളവർ അവിടെ ഒന്ന് പോകുന്നത് നല്ലതാണ്. കാരണം ഒരുപാട് ഇന്റർനാഷണൽ ചോക്ലേറ്റ്സ് അവിടെ വന്നിട്ടുണ്ട്. അതെ അതെ, ഞാൻ പോയപ്പോഴും പോണതിന് മുമ്പ് ഞാൻ ചിന്തിച്ചു അത്ര വലിയ സംഭവമാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഒരുപാട് നല്ല വെറൈറ്റി ചോക്ലേറ്റ്സ് നല്ല ഓഫറും ഉണ്ട്. നമുക്കത് ആസ്വദിക്കാനുള്ള ഒരു അപൂർവ അവസരമാണ്. കാരണം ഇന്ത്യയിലുള്ളവർക്ക് വിദേശ നിർമ്മിതമായ ചോക്ലേറ്റുകൾ കാണാനും ആസ്വദിക്കാനുള്ള ഒരു അവസരം ഇങ്ങനെയേ കിട്ടുള്ളൂ. അപ്പോൾ സൗകര്യമുള്ളവരെ ഒന്ന് പോയി അതൊന്ന് ആസ്വദിക്കുന്നത് നല്ലതാണ്. മാത്രമല്ല ഓഫറുകളും ഉണ്ട്. അതെ അതെ അതെ, ഇത് 99 റുപ്പീസിനാ ഞാൻ മേടിച്ചത്. ഇതോ ഇതിന്റെ ശരിക്കുള്ള പ്രൈസ് 150 രൂപ. 99 റുപ്പീസിനാ മേടിച്ചത്. അപ്പോൾ 50 രൂപ അതെ വ്യത്യാസമുണ്ട്. ഓൾമോസ്റ്റ് 40%. അതെ 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 അതെ. ആദ്യം ഓരോന്നായിട്ട് എടുത്തു വെച്ചിട്ട് കഴിച്ചാലോ, അപ്പൊ എന്തൊക്കെയുണ്ടെന്ന് കാണാലോ. അത് ആ ചോക്ലേറ്റ് നമ്മൾ ഇന്നേ വരെ കാണാത്ത ഒരു ചോക്ലേറ്റാ. ആരുടെയാന്നറിയോ? മിൽമയുടെ ചോക്ലേറ്റ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. സാധാരണഗതിയിൽ നമ്മൾ കാണാത്ത ഒരു ചോക്ലേറ്റ് ആണ്. അതെ അതെ അതെ, അത് മിൽമയുടെ രണ്ടും ഒരുമിച്ചാത്. ഡെലീസ രണ്ടും ഒരുമിച്ചാ തന്നെ. അത് ശരി, ഒരു സെറ്റ് ആയിട്ട്. ഓറഞ്ച് ആൻഡ് ആൽമണ്ട്സ് ആണ് ഇതിന്റെ ഫ്ലേവർ. ഇത് എനിക്ക് രണ്ടും കൂടി കോംബോ ഓഫർ ആയിരിക്കും. അതെ 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 അതെ, രണ്ടും കൂടി 80 റുപ്പീസ്. അപ്പൊ അത് ഭയങ്കര ചീപ്പാണ്. കാരണം കാഡ്ബറിയുടെ ഈ സൈസിലുള്ള ഒരെണ്ണത്തിന് 150 രൂപ കൊടുക്കും. പക്ഷെ മിൽമയുടെ ഇങ്ങനത്തെ ചോക്ലേറ്റ് ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. മിൽമയുടെ എല്ലാ പ്രോഡക്റ്റും വളരെ നല്ലതാണ്. ശരിക്കും ഞാൻ കണ്ടിട്ടില്ല. നല്ല ഇതാണ്. അല്ല മിൽമയുടെ ചോക്ലേറ്റ് ഇപ്പൊ ഞാനും ആദ്യമായിട്ട് അങ്ങനെ ഒരെണ്ണം ഉണ്ടെന്നുള്ളത് അറിയില്ലായിരുന്നു. അതെ 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 അതെ, ഞാൻ അവിടെ കണ്ടപ്പോ നമ്മുടെ മിൽമ തന്നെയാണോന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഇതന്നെ ഒരു അത് ലുലുന്ന് മേടിച്ചതാ. കോൺ മഴക്കാലത്ത് കഴിക്കാലോ. അത് ഹെർഷേസിന്റെ ചോക്കോ ട്യൂബ് ആണ്. അതെ 20 റുപ്പീസ്. അതെ അതെ, വളരെ റീസണബിൾ ആയിട്ടുള്ളതാണ്. ഫോറിൻ കമ്പനിയാണ്, പക്ഷെ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ്. അതെ, അതിന് 20 റുപ്പീ തന്നെ. അതിന് ഓഫർ ഒന്നും ഉണ്ടായില്ല. മിൽക്കി മിസ്റ്റിന്റെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഞാനത് മേടിച്ചില്ല. കാരണം ഇത് രണ്ടും ഇന്ത്യൻ കമ്പനി തന്നെയാണല്ലോ, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. മിൽക്കി മിസ്റ്റിന് ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അത് ക്യാരറ്റാ. അത് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാ, റാഗി സൂപ്പ്. അത് അപ്പ പറഞ്ഞ മാൾസ്. ഇതിന് 50% ഓഫർ ഉണ്ടെന്നാണ് അതെ അതെ, പേപ്പറിൽ കണ്ടത്. 35 റുപ്പീസ്. എത്ര രൂപ? 70 രൂപയുടെ. ഇതൊരു നല്ല ചോക്ലേറ്റ് ആണ്, ഒരു നല്ല ഓഫറുമാണ്. കാരണം 70 രൂപയുടെ ഈ ചോക്ലേറ്റിന് മാൾസിന്റെ ഇതിന് വെറും 35 രൂപയുള്ളൂ. അപ്പൊ 50% ഓഫറാണ്. ഫോറിൻ ബ്രാൻഡാണ്, പക്ഷെ നല്ല ചോക്ലേറ്റ് ആണ്. ഇത്രയും ചോക്ലേറ്റ്സാ മേടിച്ച. ഇനിയും ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം മധുരല്ലെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അധികം മേടിച്ചില്ല. എല്ലാം ടേസ്റ്റ് ചെയ്യാം. വെറൈറ്റീസ് നോക്കായിരുന്നു. ഇതൊരു പുതിയ ഞാൻ കണ്ടിട്ടില്ല. ലിൻഡിട്ട് ഭയങ്കര ഫേമസ് ആട്ടോ. അമ്മേനെ വിളിക്കാം, ബാ അമ്മ ടേസ്റ്റ് ചെയ്യാം. ലിൻഡിറ്റ് വളരെ ഫേമസ് ചോക്ലേറ്റാ, സ്വിസ് മെയ്ഡ്. അവിടെ ലിൻഡിറ്റ് ഉണ്ടോ എന്ന് പലരും ചോദിക്കണേ ഞാൻ കേട്ടു. ലിൻഡിറ്റ് അന്വേഷിച്ച് വന്നേക്കണ പലരും ഉണ്ട് അവിടെ. സ്വിസ് ചോക്ലേറ്റ് എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചോക്ലേറ്റ്. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിൽക്ക് സപ്ലൈ ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ നല്ല മിൽക്ക്, ഏറ്റവും ബെസ്റ്റ് മിൽക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് സ്വിറ്റ്സർലൻഡ്. അപ്പൊ ആ സ്ഥലത്ത് ഈ ചോക്ലേറ്റും മിൽക്കുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. അപ്പോൾ എന്തുമാത്രം ചോക്ലേറ്റ് ഉണ്ടാക്കാനും മിൽക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് അവരുടെ ഈ മിൽക്കിന്റെ സപ്ലൈ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഇത്രയും കൂടുതൽ ചോക്ലേറ്റിന്റെ കാര്യത്തിൽ അവർക്കൊരു അപ്പർ ഹാൻഡ് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ നെസ്ലയുടെ കമ്പനിയുടെ ഒറിജിൻ സ്വിറ്റ്സർലൻഡാണ്. ഭയങ്കര വലിയ കമ്പനിയാണ്. നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ടില്ല, അതിൻ്റെ ലോഗോ തന്നെ ഒരു പാൽക്കാരി പുറത്തൊരു
പാലിൻ്റെ ഒരു ഇതും വെച്ചുകൊണ്ടുള്ള ഒരു മറ്റേ തലയിലൊരു ഇതും വെച്ചുകൊണ്ടുള്ളതാണ് അതിൻ്റെ ലോഗോ തന്നെ. എത്രയോ വർഷം മുമ്പ് ഞാൻ നഴ്സറി പഠിക്കുമ്പോഴും ആ ലോഗോ തന്നെ. ഇപ്പോഴും നെസ്ലയുടെ ലോഗോ അത് തന്നെയാണ്. നമ്മുടെ നെസ്ലയുടെ ആ മറ്റേതുണ്ടല്ലോ, ആ ഡെപ്പിയിൽ വരുന്ന എന്താ അതിൻ്റെ പേര്, മറ്റേ മിൽക്ക് മെയ്ഡ്. ആ മിൽക്ക് മെയ്ഡ്, പ്രശസ്തമായ മിൽക്ക് മെയ്ഡിലും ഈ പെൺകുട്ടിയുടെ പടമുണ്ട്. ഒരു വീട്ടമ്മയാണ്. ആ വീട്ടമ്മ പാലും സപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നതിന്റെ ഒരു പടമാണ്. പ്രശസ്തമായ ഈ സ്വിസ് ബ്രൗൺ പശുക്കളൊക്കെ സ്വിസ് ഒറിജിനാണ്. നമുക്കിവിടെ ഉണ്ടായിരുന്നു സ്വിസ് ബ്രൗൺ പശു, വെച്ചൂർ പശു. ഇത് സ്വിസ് ബ്രൗൺ ആണ്, ഡാർക്ക് ബ്രൗൺ സ്വിസ് ബ്രൗൺ പശുവാണ്. എന്തുമാത്രം പാലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് കൈയും കണക്കില്ല. നമ്മൾ കുളിക്കുന്ന ബക്കറ്റിലായിരുന്നു പാല് കറന്നുകൊണ്ട് വരുന്നത്. പാലാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. ഒരു ക്രീമിഷ് കളറിലാണ് ആ പാല് കറന്നുകൊണ്ട് വരുന്നത്. നിറയെ നെയ്യാണ്. കറന്ന് നമ്മൾ മടുക്കുകയല്ലാതെ പാല് കുറയുകയല്ല. അതുപോലെ പാല് കിട്ടുന്ന ഭയങ്കര പ്രശസ്തമായ ഒരു പശുവിൻ്റെ ഒരു ബ്രീഡാണ് സ്വിസ് ബ്രൗൺ. സോഫ്റ്റാണ്, നല്ല സോഫ്റ്റ്. അതെ, അതിന്റെ ഉള്ളില് ഓ നല്ലായിട്ട് ചോക്കോ ഫില്ലിംഗ് അല്ലേ. വളരെ ടേസ്റ്റിയാണ്, നല്ല അല്ലേ. ലിൻഡിറ്റ് വളരെ ഫേമസ് ആണ്, ഒത്തിരി കേട്ടിട്ടുണ്ട് ലിൻഡിറ്റിനെ പറ്റി. ചോക്ലേറ്റ് മിക്സ് നല്ലതാണ്, അതാണ് അതിന്റെ അട്രാക്ഷൻ. അപ്പൊ ഇത് ടേസ്റ്റ് ചെയ്തു, ഇറ്റ് ഈസ് എക്സലന്റ്. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് മാത്രം, സ്വല്പം മെൽറ്റ് ആയിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്നപ്പോ പറ്റിയത്. ഇത് മിൽമയുടെ ആണ്. ആദ്യമായിട്ടാണ് ഞാൻ മിൽമയുടെ ഒരു ചോക്ലേറ്റ് വയ്ക്കുന്നത്. റെസിൻസ് ആൻഡ് ആൽമണ്ട്സ്, അതാണ് അതിന്റെ ഡാർക്ക് ചോക്ലേറ്റ് പേര്. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇതിന് എത്രയാ? ഇതിന് രണ്ടിനും കൂടി 40 രൂപ. രണ്ടിനും കൂടി 80 റുപ്പീസ്. ഇതിന് 80 രൂപ. 80ഉം 40ഉം 120 രൂപ. 120 രൂപയുടെ ഇതിന് 80 റുപ്പീസ്. 80 റുപ്പീസ്. അപ്പൊ ലാഭാ, നല്ല ലാഭമാണ്. അപ്പൊ അതും ഈ 3-1 പ്രൈസ് കുറവാ. ഒത്തിരി ഓഫർ ഉണ്ട് കേട്ടോ. അതുപോലെ നല്ല തിരക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു 3-ാം തീയതി കഴിയുമെന്ന് തോന്നുന്നു. ജൂൺ 3-ാം തീയതി. അറിയാൻ പാടില്ല. ഇപ്പൊ നല്ല തിരക്കാ, ഒത്തിരി പേര് വരുന്നുണ്ട്. ഞാൻ ഓർത്തു എന്താണ് ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്തരം വ്യത്യസ്തതകളുള്ള ചോക്ലേറ്റ്സ് പലതും. ലുലുവിന് മാത്രമേ ഇന്റർനാഷണൽ ബ്രാൻഡ് ഇത്രയും കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ത്യൻ ബ്രാൻഡും അതുപോലെ ഉണ്ടായിരുന്നു. മിൽക്കി മിസ്റ്റിന്റെ ചോക്ലേറ്റ് ഒക്കെ ഞാൻ കണ്ടിട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇന്റർനാഷണൽ കണക്ഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ഇത് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. നല്ല ഇതാണ് അത്. കാഡ്ബറിയുടെ ഒക്കെ തന്നെ ആ ഒരു ഇതാണ് അവര് എടുത്തിരിക്കുന്നത്, അതിന്റെ ഫോർമാറ്റ്. മെൽറ്റ് ആയിട്ടുണ്ട്. അത് ഞാൻ കൊണ്ടുവന്നപ്പോ സംഭവിച്ചതാ. ഡാർക്ക് ചോക്ലേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് അതിനകത്ത്. റേസിൻസ് കിട്ടിയോ? റേസിൻസ് കിട്ടിയോ? ആൽമണ്ട്സോ റേസിൻസോ? അമ്മയും ബാ, നമുക്ക് ചോക്ലേറ്റുകൾ കഴിക്കാം. അൽഫോൻസ ആണോ? ഇത് അമ്മയ്ക്ക് വെച്ചേക്കണം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ആയതുകൊണ്ടായിരിക്കും അവര് ടൈപ്പ് ചെയ്തിരുന്നത്. അതെ അതെ അതെ, അത് ഓറഞ്ച് ഫ്ലേവർ. അത് ഓറഞ്ച് ഒന്നും ഇതിന് കൊള്ളൂല. അതായത് ചോക്ലേറ്റിന് എപ്പോഴും ചോക്ലേറ്റ് കളർ തന്നെയാണ്. അല്ല, ചോക്ലേറ്റ് കളറാണ്, പക്ഷെ ഫ്ലേവർ ഓറഞ്ചാ. ഓറഞ്ചിന്റെ സെസ്റ്റ് അല്ലല്ല, കളർ അങ്ങനെ ഇല്ല. ചോക്ലേറ്റിന്റെ കളർ തന്നെയാ. ഡാർക്ക് ചോക്ലേറ്റ് വിത്ത് ഓറഞ്ച് സെസ്റ്റ് ഉണ്ടാവും ചിലപ്പോ. അമ്മ ഈ ചോക്ലേറ്റ് കഴിച്ചു നോക്കിയ ലിൻഡിഡ്. നോക്കട്ടെ. കളർ സെയിം തന്നെ ആയാലും ഇരിക്കുന്നത്. മുന്തിരിയൊക്കെ കിട്ടി. ഓ, ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നല്ലോ.
സെൻട്രലിൽ ഏതാണ്ട് ഒരു ഇതുണ്ട്. അത് അതിന്റെ ഫ്ലേവർ ആയിരിക്കും ചിലപ്പോ. ഇത് അപ്പയോടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഹെർഷീസ്. അത് ഒരു വൈറ്റിഷ് കളറിലുള്ള ചോക്ലേറ്റ് അല്ലേ. ഇത് എങ്ങനെയുണ്ട്? ഓറഞ്ച്. ഓറഞ്ചിലും നല്ലത് മറ്റതാണ്, റൈസിൻസിന്റെ നല്ലത്. പക്ഷെ ഇച്ചിരി ഡാർക്കാണ് ചോക്ലേറ്റ്. ഇതാണ് ഇത് സ്വിസ് മെയ്ഡ് ചോക്ലേറ്റ്. എടുത്തോ. ഉറുമ്പ് വന്നല്ലോ മുഴുവനും. എങ്ങനെയുണ്ട്? അകത്ത് തേനാന്ന് തോന്നുന്നു. ചോക്കോ ഫില്ലിങ്ങാ. നല്ല ഇങ്ങനത്തെ ഒരു മിഠായി പണ്ട് ജാസ്മിനും കൊണ്ടുവന്നില്ലേ? പൊട്ടി ഒഴുകണേ. പൊട്ടി ഒഴുകണേ. ബിജോയും ജാസ്മിനും കൂടെ വന്നു. ഞാനക്കൂടെയല്ല, ഞാൻ ഓർക്കേണ്ടതാ. ഹെർഷേസ് എടുക്കാം. ഹെർഷേസ് എല്ലാം എടുക്കണം. മാൾസും പൊട്ടിച്ചോ. ഇതേത് മിഠായിയോ? അത് മിൽമേടെ റേസിൻസ് ആയിരിക്കും. മിൽമയുടെ വൈറ്റ് ഇല്ലാത്ത. പറഞ്ഞ പോലെ അതൊരു ചോദ്യമാണല്ലോ. ഞാനത് ശ്രദ്ധിച്ചില്ല. ചിലപ്പോ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. ബുദ്ധി കൂടുതലുള്ളവരാ. എനിക്ക് ബുദ്ധി കുറവാണ്. അത് ചുമ്മാ വൈറ്റ് കളറ് വേണം. എനിക്ക് കളർ ഇഷ്ടപ്പെട്ടില്ല. കളറ് അമ്മയ്ക്ക് പൊതുവേ ഇഷ്ടം വൈറ്റ് കളറിലുള്ള ചോക്ലേറ്റ്സ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് നോബിക്ക് മോനൂട്ടണ. അതെ, വൈറ്റ് ചോക്ലേറ്റ് ഇഷ്ടമുള്ളവരാണ് നമ്മള്. അമ്മയ്ക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്? എനിക്ക് ആ പൊട്ടി വീണ. അതങ്ങ് കഴിച്ചോ, ആഘോഷായിക്കോട്ടെ. കഴിക്കുന്നതേ എന്റെ വയറാ. ഇത് ഹെർഷേസ്. അത് വൈറ്റാ. ആശ്വാസം. പറയാം. എങ്ങനെയുണ്ട്? നോർമൽ ടൈപ്പ് ആയിരിക്കും അത്. ആണോ? വൈറ്റ് കോട്ടിങ് വളരെ ടേസ്റ്റിയാണ്. അത് ഫെമിലിയറാ. അപ്പൊ പൊട്ടിക്കണമെന്നില്ല. എല്ലാം പൊട്ടിച്ചു കഴിഞ്ഞാലും ആകെ ഉറുമ്പൊക്കെ ആവും. പിന്നെ നമ്മള് പതുക്കെയല്ലേ കഴിക്കുള്ളൂ. ആകെ ഒരു പ്രശ്നം ഇത് ഒന്ന് സെറ്റ് ആവാനുണ്ട്. ഏത് ചോക്ലേറ്റ് അപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെ? ഇതാണ് നമ്പർ 1. അത് പിന്നെ ഇന്ത്യൻ ബ്രാൻഡായിട്ട് നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആണ്. എങ്കിലും ഇതും നല്ലതാണ്. ഇതിനും ഒട്ടും മോശമല്ല ഇത്. പക്ഷെ അതിന് ഒരു വൈറ്റ് കോട്ടിങ് ഉണ്ട്. അതിനകത്താണ് ചോക്ലേറ്റ്. ഇത് ഫുൾ ചോക്ലേറ്റ് ആണ്. അത് നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ അത് ഫ്രിഡ്ജിലൊന്ന് വന്ന് സെറ്റ് ചെയ്ത് കഴിക്കുകയായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇനി ഓറഞ്ച് ഫ്ലേവർ. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഏതാന്ന് പറഞ്ഞു നോക്കിയാ ചിലപ്പോ അമ്മ വൈറ്റ് എന്നാ പറയുള്ളൂ. കാരണം അമ്മ എനിക്ക് വൈറ്റ് ഇഷ്ടപ്പെടുക. അമ്മ വൈറ്റിന്റെ ആളാ. എനിക്ക് അത്ര ഇഷ്ടമല്ല. അമ്മയ്ക്ക് വാനില കഴിഞ്ഞിട്ടേ മറ്റെന്തോ ഉള്ളൂ. വാനിലയുടെ ആളാ. ഇതിൽ ഏതാണ്ടൊക്കെ വേറെ ടേസ്റ്റ് ഉണ്ടല്ലോ. ഓറഞ്ചിന്റെ സസ്റ്റ് ഉണ്ടാവും ചിലപ്പോ അതിനകത്ത്. ഉണ്ട്. മിൽമയെ സംബന്ധിച്ച് അവർ ഇത്രയും ഇതായിട്ട് ഉണ്ടാക്കിയില്ലേ? അതെ ടെക്നോളജി അവർ ഇത്രയും വികസിപ്പിച്ചു. അത് വലിയൊരു കാര്യം കേട്ടോ. അത് സെസ്റ്റ് ആണത്. വൈറ്റ് കിട്ടിയ അമ്മയ്ക്ക്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതായിരിക്കും അല്ലെ? ലിൻഡിറ്റായിരിക്കും. സിറപ്പുള്ളോ? അപ്പയ്ക്കും അതാ ഇഷ്ടപ്പെട്ടേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞോ ഹെർഷേസ്. മാൾസ് അത് നമ്മൾ ടേസ്റ്റ് ചെയ്തില്ല. അത് പിന്നെ അറിയാം, ടേസ്റ്റ് അറിയാം എല്ലാവർക്കും. അപ്പൊ അതൊക്കെയാണ് ചോക്ലേറ്റ് ഫെസ്റ്റിലെ വിശേഷങ്ങൾ. ചോക്ലേറ്റ് ഫെസ്റ്റിലെ വിശേഷങ്ങൾ. ആണോ? മധുരം കുറവാണോ? നമ്മള് സാധാരണ മേടിക്കാറുള്ള നല്ല ബെങ്കനംപള്ളി ആട്ടോ. ഞാനപ്പൊ ലിൻഡിഡ് ആണ് ആദ്യം കഴിക്കാൻ വേണത്. കണ്ട സൂപ്പറാ. ആ ചോക്ലേറ്റിന്റെ മിക്സിന് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ?
ആ പാലൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ്, ഭയങ്കര ഒരു ഹെവൻലി രുചിയാണ്. കുറച്ചുകൂടി സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാലേ നാവിലങ്ങ് വെക്കുമ്പോഴേക്കും അങ്ങ് പൊട്ടും. അപ്പൊ ആ ചോക്കോ ഫില്ലിങ് ഇങ്ങനെ ഒഴുകി വരും. അടിപൊളിയാ. അതാ ഡബ്ബയിലേ വെച്ചേച്ച് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചോ, കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് കഴിക്കും. ഇനിയും ഞാൻ കഴിക്കാൻ പോണേ മിൽമയുടെ ചോക്ലേറ്റ് ആണ്. ദാറ്റ് ഈസ് ഓറഞ്ച് ഫ്ലേവറിന്റെ കേട്ടോ. അതാണ് ഇവിടെ ഉണ്ട് റൈസിൻ. ഓറഞ്ചിന്റെ പീസസ് ഉണ്ട് കേട്ടോ അതിനകത്ത്. സസ്റ്റ് ഉണ്ട്. നല്ലതാ, നല്ല ടേസ്റ്റ് ആണ്. ഡാർക്ക് ചോക്ലേറ്റ് ആണിത്. അപ്പൊ അതിൻ്റെതായ ആ ഒരു ടേസ്റ്റ് ആണ് ഇതിനുള്ളത് കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ലേശം ഒരു കയ്പ് പോലെ ഉണ്ടാവും. അത് ആ ചോക്ലേറ്റിന്റെ പ്രോപ്പർട്ടി ആണത്. അപ്പൊ അത് ഇതിനുണ്ട്. എങ്കിലും നല്ലൊരു ഫൈൻ ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലതാണ്. ഒരു ഫൈൻ ടേസ്റ്റ് ആണ്. ഓറഞ്ചിന്റെ കുത്തലൊന്നുമില്ല. ഓറഞ്ചിന്റെ ഫ്ലേവർ ആണെങ്കിലും ഒട്ടും കുത്തലില്ല ഓറഞ്ചിലെ. മിൽമയിൽ ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ അതിന് ടേസ്റ്റ് ഉണ്ട്. മിൽമ ഒത്തിരി നന്നാക്കിയിട്ടുണ്ട് ആ ചോക്ലേറ്റ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ അല്ല പ്രതീക്ഷിച്ചത്. ഓറഞ്ചിന്റെ ആ ഫ്ലേവറൊക്കെ ഇത്തിരി കുത്തൽ വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതൊന്നും ഒട്ടുമില്ല കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ആവുന്ന ഒരു ചോക്ലേറ്റ് ആണത്. ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക്. എനിക്കിഷ്ടമായി ഇത്. ഞാൻ ഇത്ര അല്ല പ്രതീക്ഷിച്ചത്. ഇത്രയും നല്ലതാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും നന്നായിരിക്കുന്നു ആ ചോക്ലേറ്റ്. അടുത്തത് ഹെർഷീസിന്റെ കുക്കീസ് ആൻഡ് ക്രീമാണ്. ഇറ്റ്സ് നൈസ്. ഉള്ളിൽ ചോക്കോ ഫില്ലിംഗ് ഉണ്ട്. നല്ലതാണ്. ഒരു റീസണബിളി ഗുഡ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. പാലിന്റെ ഒക്കെ രുചി വന്നുണ്ട്. ഓവർ ചോക്ലേറ്റിന്റെ കുത്തലൊന്നുമില്ല. ഇറ്റ്സ് എ നാച്ചുറൽ നോർമൽ ആ ചോക്ലേറ്റിന്റെ ടേസ്റ്റില്. അതാണ് അകത്തെ ഫില്ലിങ്ങിനുള്ളത്. പുറമേ ഉള്ളതിന് മിൽക്കിന്റെ ആ ഒരു ടേസ്റ്റ് നമുക്കറിയാലോ, അത് തന്നെ സംഭവം. അടുത്തത് മിൽമയുടെ റേസിൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് റേസിൻസ് കേട്ടോ. അതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ചോ. ദിസ് വൺ ഓൾസോ നൈസ്. നല്ലൊരു ഫൈൻ ടേസ്റ്റ്. പ്രതീക്ഷിച്ചതിനേക്കാളും ഉപരിയാണ് ശരിക്കും മിൽമ തന്നത് കേട്ടോ. നല്ല രുചിയുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇത് ഒരിക്കലും പ്രൊമോഷൻ വീഡിയോ അല്ല. ഞങ്ങൾ ജസ്റ്റ് ടേസ്റ്റ് ഷെയറിങ് എക്സ്പീരിയൻസ് മാത്രമാണ്. ഞങ്ങൾ പലതും ആദ്യമായിട്ടാണ് ഇതിനകത്ത് കഴിക്കണേ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും ഒരു എക്സൈറ്റ്മെന്റും ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇതൊരിക്കലും പ്രൊമോഷനായിട്ടൊന്നും നിങ്ങൾ കരുതണ്ട. ഫസ്റ്റ് ഇംപ്രഷൻ ആണ് പറഞ്ഞത്. കൂടുതലൊന്നും നമുക്ക് ഇതിനെപ്പറ്റി അറിയുകയില്ല കേട്ടോ. അതെ. അപ്പൊ ഏത് ചോക്ലേറ്റ് ആണ് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതെ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ഓരോന്നിനും അതിൻ്റെതായ ടേസ്റ്റ് ആണ് അല്ലേ. ഇപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ആകുമ്പോൾ ആ ഒരു ചോക്ലേറ്റ് ഇത്തിരി തീക്ഷ്ണമായിട്ട് മുന്നിലുണ്ടാകും. പക്ഷെ എങ്കിലും അതിൻ്റെ റേസിൻസും ആൽമണ്ട്സും അതുപോലെ ഓറഞ്ച് ഫ്ലേവർ ആണെങ്കിൽ അതും ഒക്കെ നല്ല രീതിയിൽ അതുമായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഓറഞ്ചൊക്കെ ശരിക്കും അലിഞ്ഞു ചേരുമ്പോൾ ഇച്ചിരി ഒരു മിക്സ് ആൻഡ് മാച്ച് പോലെ ശരിക്കും വന്നേനെ. പക്ഷെ ഒരിക്കലും ഇല്ല. നല്ല രീതിയിൽ നല്ല കറക്റ്റായിട്ട് നല്ല പ്രൊപ്പോർഷനിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അപ്പീലിംഗ് ആണ് അതിൻ്റെ ടേസ്റ്റ്. ലിൻഡിട്ട് പിന്നെ പറയണ്ട, ഇറ്റ്സ് ആൻ അമേസിങ് ചോക്ലേറ്റ്. മാൾസ് പിന്നെ നിങ്ങൾക്ക് അറിയാലോ. അതുപോലെ ഹെർഷേസിന്റെ കുക്കീസ് ആൻഡ് ക്രീമും ദാറ്റ് ഓൾസോ നൈസ്. ചുമ്മാ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ കഴിക്കാൻ നല്ല ചോക്ലേറ്റാ ഈ ഹെർഷേസ്. എല്ലാം ഓരോന്നും അതിൻ്റെതായ രീതിയിൽ മികച്ചത് തന്നെയാണ് കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങള്. അപ്പോൾ മഴ തുടങ്ങി കേട്ടോ. ഇത്രയും നേരം തോർച്ചയായിരുന്നു, മഴ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു, എൻജോയ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. അമ്മ എന്താ പൊട്ടിക്കണേ? ആൻസിന്റെ എണ്ണ ബിസ്ക്കറ്റ് കുപ്പിയിലിട്ട് വെക്കുന്നു. അത്രേ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ. ഇടി വെട്ടുന്നുണ്ട്, നല്ല ഇടി കേട്ടോ വെട്ടണേ. അപ്പൊ ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.